ജയസൂര്യൻ സാറിലേക്ക് ഒന്ന് പോയിട്ട് രാമസിംഹജി, ഞാൻ ജയസൂര്യൻ സാറിലേക്ക് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഓടി വരാം. നമ്മൾ മതത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജയസൂര്യൻ സാർ ക്ഷമിക്കണം, അങ്ങയിലേക്ക് എത്താൻ വൈകിയാലും എങ്ങനെയാണ് സാർ ഇതിന്റെ, കാരണം നമ്മൾ കണ്ടു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത് കണ്ടു നമ്മൾ ഇവിടെ ഈ കേരളത്തിലെ ലോക്കൽ ജിഹാദികൾ എല്ലാ വാർത്തയ്ക്ക് താഴെയും ഇടുന്ന കമന്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു, ഇനി ഭാരതത്തിന്റെ കഥയും ഇത് തന്നെയാണ്, മോദിയുടെ കഥയും ഇത് തന്നെയാണ്, ഇവിടെയും അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിനെ രാഹുൽ ഗാന്ധിയുടെ ഈ അതല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയെ ഇതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഈ ലോക്കൽ ജിഹാദികളുടെ ഭാഷയിലേക്ക് ആ രൂപത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും ഈ പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മിണ്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ? മറ്റൊന്നാണ് മോദിജി എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടേതായിട്ടുള്ള ആളുകൾ പോലും ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ എല്ലാ വശങ്ങളും ചേർത്തുകൊണ്ട് അങ്ങയുടെ ഒരു നിരീക്ഷണം വരുന്നത്? മൈജു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ബ്രഹ്മജ്ഞാനം കിട്ടിയ ഒരാള് സംസാരിച്ചല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇടയ്ക്കാണ് വന്നത്, തസ്മൈ ഗുരുജി. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഞാനൊന്ന് അതിനൊരു പ്രതികരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഹരിപാലോട് അതേപോലെ തന്നെ രാമസിംഹൻ ടീച്ചറൊക്കെ ഇരിക്കുമ്പോ അധികം സമയം എടുക്കരുത് എന്നോട് എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം. അതായത് അദ്ദേഹം പറഞ്ഞല്ലോ ഈ ശവം കറി വെക്കുന്നു എന്നുള്ളത്. അപ്പോ ശവക്കറി വെക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ജീവനുള്ള ഒന്നിനെ കൊന്നു തിന്നുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അരി ശവമാണ്, ഗോതമ്പ് ശവമാണ്, ഉഴുന്ന്, പയറ്, പരിപ്പ്, കടല, മല്ലി ഇതെല്ലാം ശവമാണ്, മുളക് ശവമാണ്. കാരണം ഇതിനകത്തെല്ലാം ജീവനുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ വെജിറ്റേറിയൻ അല്ല, ഫ്രൂട്ടേറിയൻ ആണ്. അതായത് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവനുള്ള ഒന്നിനെ കൊന്നു തിന്നാൻ വേണ്ടിയല്ല. മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ചാൽ അത് മനസ്സിലാവും, യുക്തിബോധമുണ്ടെങ്കിലും മനസ്സിലാവും. അതായത് ലോകത്തുള്ള എല്ലാ കനികളിലും തിന്നാനുള്ള ഒരു ഭാഗം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പൊ മാമ്പഴം എടുക്കുകയാണെങ്കിൽ മനുഷ്യന് തിന്നാനൊരു ഭാഗമുണ്ട്, തിന്നാൻ വയ്യാത്ത ഒരു ഭാഗമുണ്ട്. ആ തിന്നാൻ വയ്യാത്ത ഭാഗം വിത്താവും, ബാക്കിയുള്ള ഭാഗം തിന്നാം. അത് പച്ചക്കറി എല്ലാം അങ്ങനെയാണ്. പച്ചക്കറിയുടെ എല്ലാ അകത്തെയും വിത്ത് അത് നമുക്ക് തിന്നാനുള്ളതല്ല, വിത്ത് നമ്മൾ നടാനുള്ളതാണ്, ബാക്കി തിന്നാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തിന്നാൻ പാടില്ലാത്തതാണ് അരി, ഗോതമ്പ്. കാരണം ഓരോ അരിയും ജീവനാണ്, ഓരോ ഗോതമ്പും ജീവനാണ്. അപ്പോ ഒരു അരിയെ കൊന്നിട്ടാണ് നമ്മൾ ചോറാക്കുന്നത്, ഗോതമ്പിനെ കൊന്നിട്ടാണ് ചപ്പാത്തി ആക്കുന്നത്. അപ്പോ അരിയെയും ഗോതമ്പിനെയും ജീവനുള്ളത് കൊല്ലാമെങ്കിൽ അതുപോലെ തന്നെയാണ് കോഴി, മൃഗങ്ങള് എല്ലാം നമ്മൾ കൊന്നു തിന്നുന്നത്, മത്സ്യം, മാംസം, പക്ഷിയുടെ എല്ലാം. ഇതാണ് അതിനകത്ത് എനിക്ക് തോന്നിയ യുക്തി. അതുകൊണ്ട് ഈ പ്രതികരിക്കുന്ന വലിയ മൃഗങ്ങളോ പക്ഷികളോ മാത്രം കൊല്ലപ്പെട്ടാൽ അത് ഹിംസയാവുകയും അരി പുഴുങ്ങുമ്പോൾ, അരി ചോറാക്കുമ്പോൾ അത് അഹിംസയാകുകയും ചെയ്യില്ല. എന്റെ സിദ്ധാന്തം അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെല്ല് കുത്തി അരിയാക്കുമ്പോൾ അത് ഹിംസയാണ്, അത് പുഴുങ്ങുമ്പോൾ വീണ്ടും ഹിംസയാണ്. അതുകൊണ്ട് ചോറും ചപ്പാത്തിയും കഴിക്കുന്നവർ തന്നെ ഹിംസയാണ് നടത്തുന്നത്. അപ്പൊ ഫ്രൂട്ടേറിയനായിട്ട് ജീവിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഭേദങ്ങൾ മനുഷ്യനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. മറ്റൊന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, വിശാല ഹൃദയമുള്ളത് ആർക്കാണ്? വിശാല ഹൃദയമുള്ളത് മാംസബുക്കുകൾക്കാണെന്ന് ഞാൻ പറയും, തെളിവ് സഹിതം പറയാം. ഇപ്പോൾ ഒരു ഹോട്ടലില് അല്ലെങ്കിൽ ഒരു സദ്യയില് അങ്ങേയറ്റം വെജിറ്റേറിയനായ ഒരാൾ ഒരു മത്സ്യമാംസം കഴിക്കുന്ന ആളിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവില്ല. അയാൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവും, വലിയ വിഷമം ഉണ്ടാവും. അയാൾ പുറത്തു വന്നിട്ട് പറയും, ഞാൻ വളരെ വിഷമിച്ചായിരുന്നത്, മത്സ്യത്തിന്റെ മാംസത്തിന്റെ ഒക്കെ നാറ്റം, ഗന്ധമെന്ന് പോലും പറയല, നാറ്റം വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു, ആ മുട്ടയുടെ ഉളുമ്പ് മണം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു എന്ന് പറയും. അപ്പോ ഞാൻ ഇതിന്റെ മറുവശം പറയട്ടെ, ഒരു മാംസം കഴിക്കുന്ന ഒരാള് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്തിരുന്ന് സദ്യ കഴിച്ചിട്ട്, അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ആ പരിപ്പിന്റെ മണം, സാമ്പാറിന്റെ മണം, ആ നെയ്യുടെ മണം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അവിടെ ഇരുന്നത് എന്ന് ഒരിക്കലും പറയാറില്ല. കാരണം അവന്റെ മനസ്സ് വിശാലമാണ്. അവൻ ഈ പരിപ്പിനെ ഉൾക്കൊള്ളാൻ പറ്റും, നെയ്യെ ഉൾക്കൊള്ളാൻ പറ്റും, സാമ്പാറിനെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഇവന് പന്നിയെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, പോത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, ആടിനെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, കോഴി ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര സമയം എടുത്ത് ക്ഷമിക്കണം. കാരണം ഈ തരത്തിലുള്ള സാറിന്റെ വായിൽ അറിയാതെ വന്ന പന്നിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട് സാർ അടുത്തിരുന്ന് കഴിക്കുമ്പോ. അതുകൊണ്ട് അത് മതപരമായ കാര്യം.
അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഈ ഈ പറഞ്ഞ ഗുരുജി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പോയി ജീവിക്കാത്തത്? അവരെ എന്താ ബോധവൽക്കരിക്കാത്തത്? എന്താ പാകിസ്ഥാനിൽ പോയി ബോധവൽക്കരിക്കാത്തത്? നമ്മളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ നടുക്ക് സുഖമായിട്ട് ഇരുന്നുകൊണ്ടാണ് ഈ ഉപദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് പറഞ്ഞത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെ മുമ്പിലാണ് ഞാനിത് വെച്ചത്. അതുകൊണ്ട് പാനലിസ്റ്റുകളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇനി ബൈജു ചോദിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. സാറേ ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ രൂപത്തിൽ മറുപടി എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുമ്പോ അദ്ദേഹം ഇവിടെ ഇല്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ അങ്ങ് വിട്ടത്. ഓക്കെ, എനിക്ക് തോന്നി ടീച്ചർ അതുകൊണ്ടാണ് ഒരു സൂചന മര്യാദ. അല്ലെങ്കിൽ ഞാൻ മുറുകെ പിടിക്കും, ഇവിടെ ഇട്ട് ഞാൻ കുഴച്ച് ഞാൻ തേച്ച് ഒട്ടിച്ചിട്ടേ ഇടൂ, വലിച്ചു കീറും ഞാൻ, ഒരു സംശയമില്ല. കാരണം ഇതിന്റെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ, അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ വിട്ടത്. നമ്മുടെ അതിഥിയാണല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടതാ. ഒരു ദിവസം പിടിക്കാം. ഓക്കെ, അതെ 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 അതെ. അപ്പൊ ബൈജു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഇതിനോടുള്ള പ്രതികരണം, ഇപ്പൊ ഞാൻ എന്റെ ഒരു പാർട്ടിയുടെ പ്രതികരണം എന്നുള്ള നിലയിലല്ല പറയുന്നത്, വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു. അത് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പോക്ക് വളരെ നല്ല പോക്കാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ തീവ്രവാദ ഇസ്ലാം ലോകത്ത് എത്രയും വേഗം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഹൃദയവിശാലത കൊണ്ടോ ഗതികേട് കൊണ്ടോ ധാരാളം തീവ്രവാദി മുസ്ലിങ്ങളെ സ്വീകരിച്ചു. ഇന്നിപ്പോൾ അവരതിന്റെ അനുഭവിക്കുകയാണ്. കാനഡയിൽ അനുഭവിക്കുന്നുണ്ട്, അമേരിക്കയിൽ അനുഭവിക്കുന്നുണ്ട്, ആസ്ട്രേലിയ അനുഭവിക്കുന്നുണ്ട്. അതായത് അനിസ്ലാമികമായിട്ടുള്ള അമുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ അവർ കാണിച്ച ഹൃദയവിശാലതയുടെ അല്ലെങ്കിൽ അവരുടെ ഗത്യന്തരമില്ലായ്മയുടെ അല്ലെങ്കിൽ അബദ്ധത്തിന്റെ പേരിൽ ഇന്ന് അവർ ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരിടുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കടന്നു കഴിയുമ്പോൾ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. ഇത് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തിരിച്ചടി ഭാരതത്തിലുണ്ടാവും. അതുകൊണ്ട് ലോകമെമ്പാടും നടക്കുന്ന ഈ തിരിച്ചടിയിൽ ഇസ്ലാമിക സമൂഹം രണ്ടായി വേർതിരിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, തീവ്ര ഇസ്ലാമികൾ, പൊളിറ്റിക്കൽ ഇസ്ലാം, മൗദൂദിസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കും. വിദ്യാഭ്യാസവും ഹൃദയവിശാലതയും കുറച്ചുകൂടി വലിപ്പവും ഒക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരികയോ അതല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ ഇസ്ലാം, ഇത് യഥാർത്ഥ ഇസ്ലാം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസ്തുതകൾ വിശദീകരിക്കുകയോ ചെയ്യുന്ന ഒരു കാലം വരും. ഇതൊന്നും അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ വന്നാൽ ഒരു മിനിറ്റ് സാറേ, പിന്നീട് മറന്നുപോകും. ഐസിസിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയവരൊക്കെ ബിടെക്കുകാരും മെഡിസിൻകാരുമാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തപ്പിക്കുപ്പായം വേണമെന്ന് പറഞ്ഞവർ MBBSകാരാണ്. അല്ല, എനിക്കറിയാം. ഞാൻ ഇതിനകത്ത് MBBSും PhDയും ഉള്ളവർ, വിവരമുള്ളവരെന്നല്ല ഉദ്ദേശിച്ചത്. വിവരമുള്ളവർക്ക് MBBS PhD വേണ്ട, അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, അക്ഷരം അറിയണമെന്നില്ല. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല, കാരണം എനിക്ക് ഇങ്ങനെയുള്ളവരെ നന്നായിട്ട് അറിയാം. അപ്പോ അവിടെ സംഭവിക്കാൻ പോകുന്നത് ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ലോകത്തിന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്, ഭാരതത്തിന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഭാരതമാണെങ്കിൽ രാജ്യം മുറിച്ചു കൊടുത്തതാണ്. ഈ ശല്യം അവസാനിക്കട്ടെ, കൊണ്ടുപോട്ടെ പാകിസ്ഥാൻ, ബാക്കിയുള്ളവർ മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് കരുതി കൊടുത്തതാണ്. 75 കൊല്ലമേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അടിച്ച് നേരപ്പാക്കും. ഇനി ഈ സാധനത്തിന്റെ പൊടി പോലും ഇവിടെ കാണുകയില്ല ഭാരതത്തില്. അപ്പൊ ഇതിനേക്കാൾ പൊറുതി മുട്ടി നിൽക്കുകയാണ് യൂറോപ്പും അമേരിക്കയും. ഇവരെല്ലാം കൂടി ഒന്ന് തിരിഞ്ഞാലുണ്ടല്ലോ, ഈ ചരിത്രത്തിൽ കാണുകയല്ല, ചിത്രത്തിൽ കാണുകയല്ല ഈ സാധനം. അപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇലക്ട്രിക് കാർ വന്നല്ലോ. ഈ ഇലക്ട്രിക് കാറ് പിന്നെ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ബദൽ ഇന്ധനമായിട്ട്, അതായത് പെട്രോളിന്, ഡീസലിന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ബദലായി ഒരു ഇന്ധനം കണ്ടുപിടിച്ചാൽ തന്നെ ഈ തീവ്രവാദത്തിന്റെ പകുതി തീരും. കാരണം ഈ പണം പമ്പ് ചെയ്യല്ലേ. ഇപ്പോ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങള്, ഖത്തറിനെ പോലെയുള്ള രാജ്യങ്ങള്, ഇവരൊക്കെ ഈ പണം പമ്പ് ചെയ്തിട്ടാണല്ലോ ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പമ്പ് ചെയ്യാൻ പണമില്ലാതെ വന്നു കഴിയുമ്പോൾ പകുതി ശമിക്കും. എന്നാലും നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ വ്യവസായികളും ബിസിനസ്സുകാരും ലോകമെമ്പാടും ഈ തീവ്രവാദി കൂട്ടത്തിനകത്തുണ്ട്. അവര് പമ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ദുർബലമായാൽ അല്ലെങ്കിൽ പാപ്പരായാൽ മറ്റു രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ സമ്പന്ന വിഭാഗത്തിൽ നിന്ന് ഈ പണത്തിന്റെ പമ്പിംഗ് ഉണ്ടായി വീണ്ടും ഈ തീവ്രവാദം തലവെക്കും. അപ്പോഴുണ്ടാകാവുന്നതാണ് ഞാൻ പറഞ്ഞ തിരിച്ചടി. അതായത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കണ്ടാൽ അമുസ്ലിം രാജ്യങ്ങൾ
അതിനകത്ത് ക്രിസ്ത്യൻ കാണും, ഹിന്ദു കാണും, യഹൂദൻ കാണും, ബുദ്ധൻ കാണും, എല്ലാവരും കാണും. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. എന്നാൽ ഈ ഭൂമുഖത്ത് ഈ സാധനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ എത്രയും പെട്ടെന്ന് അവസാനിക്കാനുള്ളതേ ഉള്ളൂ ഈ സംവിധാനം. ഏതാണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്കറിയാം, വളരെയേറെ ഭംഗിയായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവന്ന്, സാമ്പത്തിക പുരോഗതി കൊണ്ടുവന്ന്, ഗ്രാമതലങ്ങളിലെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഖാദി എന്ന് പറയുന്ന ആ സംവിധാനം ഗ്രാമീണമാക്കി നടപ്പാക്കി ലോക റെക്കോർഡിട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. ഭാരതത്തിൽ നമ്മളൊക്കെ വാങ്ങിക്കുന്ന ഖാദി, എനിക്കതിന്റെ ഉള്ളുകളിൽ അറിയാവുന്നതുകൊണ്ട് പറയാണ്, നമ്മൾ ധരിക്കുന്നത് ഖാദി ഇന്ത്യ, ഖാദി ഭണ്ഡാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കടയിൽ നിന്ന് മേടിക്കുന്ന ഖാദി ബംഗ്ലാദേശിലെ ഖാദിയാണ്. അവിടെ ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ഖാദിയാണ്. അത് ടൺ കണക്കിന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടാണ് നമ്മുടെ കടകളിൽ വിൽക്കുന്നത്. അല്ലാതെ കേരളത്തിൽ എവിടെയാ ഖാദി ഉണ്ടാക്കുന്നത്? കേരളത്തിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കേരളത്തിൽ ഖാദി ഷോപ്പുകൾ ധാരാളം ഉണ്ട്. ഇന്ത്യയിൽ എവിടെയാ ഖാദി ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നയാളാ. ഞാൻ അന്വേഷിക്കാറുണ്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ ഖാദി, നൂൽപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സംഭവം ഇല്ല. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണും. പക്ഷെ ഇത് നടക്കുന്നത് മുഴുവൻ ബംഗാളിലാണ്. അപ്പൊ ബംഗാളിൽ നിന്ന് ടൺ കണക്കിന് ഖാദി വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ ബംഗാളിന്റെ ഒരു വലിയ മാർക്കറ്റായി. ഈ കിട്ടുന്ന പണം മുഴുവൻ അവിടുത്തെ പാവപ്പെട്ട കുടിലുകളിൽ എത്തുമ്പോഴാണ് ബംഗ്ലാദേശ് സമ്പന്നമാവുന്നത്. അങ്ങനെ ബംഗ്ലാദേശിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഖാലിയ സിഗ അതുപോലെ തന്നെ ഈ ഇത്രയും കാലം അവിടെ ഭരിച്ചത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് തകർന്നു പോകും, വ്യാവസായിക രംഗം തകർന്നു പോകും. അങ്ങേയറ്റം പരിതാപകരമായിട്ട് അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ സിറിയ പോലെയോ ഒരു രാജ്യമായിട്ട് ഈ ബംഗ്ലാദേശ് മാറും. അങ്ങനെ മാറുമ്പോൾ മറ്റൊരു കാര്യവും കൂടി ചിലപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കാം. ഇന്ന് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പോലെ വേണ്ടായിരുന്നു ഈ വിഭജനം, ഇന്ത്യയോട് കൂടി നിന്നാ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം അവിടെ വരും. ആ ജനവിഭാഗം ഇസ്ലാം തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും ജീവിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം, പട്ടിണി കിടക്കണ്ടല്ലോ എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വിഭജിക്കപ്പെടും. ഇന്നത്തെ ബംഗ്ലാദേശ് രണ്ടായിട്ട് വിഭജിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറാവുക തന്നെ ചെയ്യും. നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ ആ ഒരു വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പട്ടാളത്തിന്റെ കീഴിൽ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു എന്നൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ പാകിസ്ഥാന്റെ പല പ്രവിശ്യകളും ഭാരതത്തിൽ ചേരാൻ തയ്യാറാണ്. പിന്നെ ഭാരതം അതിന് എസ് മൂളിയോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇവിടെ ഈ തരത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചടി ലോകരംഗത്തുണ്ടാകും, അത് ഭാരതത്തിലുണ്ടാകും. അപ്പൊ തീവ്ര ഇസ്ലാമിക ശക്തികൾക്കെതിരെ ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വലിയ മുന്നേറ്റം നമ്മൾ കാണാൻ പോവുകയാണ്. ആ മുന്നേറ്റത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ശ്രീ നരേന്ദ്രമോദി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം ലോകം അദ്ദേഹത്തെ ക്ഷണിക്കും. ഇത്രയുമേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമീപകാല രാജ്യം ഉണ്ടാവില്ല ജനസംഖ്യയുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ. ഞാൻ കൊറിയയെ മറന്നുകൊണ്ടല്ല പറയുന്നത്, മറ്റേതെങ്കിലും രാജ്യത്തെ മറന്നുകൊണ്ടല്ല പറയുന്നത്. രാജ്യങ്ങളുടെ പോപ്പുലേഷന്റെ കണക്കെടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതീവ ശക്തമാണ്. എങ്കിൽ പോലും ഒരു വലിയ പോപ്പുലേഷൻ, ലോകത്ത് 144 കോടി ജനങ്ങൾ, ആ 144 കോടി ജനങ്ങളോട് ചേർന്ന് ഒരു കാലത്തുണ്ടായിരുന്ന 22 കോടി അല്ലെങ്കിൽ 13 കോടി ജനങ്ങൾ ഇന്ന് മറ്റു 2 രാജ്യങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയത് ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് ഇനിയും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലെ ജനത തീരുമാനിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അവിടെ ബംഗ്ലാദേശ് പിളരും, പാകിസ്ഥാൻ പിളരും. അങ്ങനെ പിളർന്നുണ്ടാകുന്ന രാജ്യങ്ങൾ ഇന്ത്യയോട് ചേരും. അങ്ങനെ പഴയ ഭാരതം വീണ്ടും പുനർജനിക്കും. ഇത് യൂറോപ്പിലും സംഭവിക്കും. അതായത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിട്ട് മാറി ക്രൈസ്തവ രാജ്യത്തിന്റെ പദവികൾ നഷ്ടപ്പെട്ട യൂറോപ്പിലെ രാജ്യങ്ങൾ അതിശക്തമായ തിരിച്ചടിയോടുകൂടി തങ്ങളുടെ അധികാരവും സംസ്കാരവും സംരക്ഷിക്കാൻ വേണ്ടി പടക്കളത്തിൽ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാൽ 3ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഈ തീവ്രവാദി ഇസ്ലാമികളും അല്ലാത്തവരും തമ്മിലുള്ള യുദ്ധമായിരിക്കും. മറ്റ് നിർവചനങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞാലും സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് എന്റെ പക്ഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3ാം ലോക മഹായുദ്ധം, ഒരു വശത്ത് തീവ്രവാദി ഇസ്ലാമികൾ, മറുവശത്ത് അതിനെ എതിർത്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും. അതായത് മൗദൂദിയൻ തത്വശാസ്ത്രവും മനുഷ്യത്വ തത്വശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും 3ാം ലോക മഹായുദ്ധം. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമായിരിക്കും. ഇതൊക്കെ സംഭവിക്കാൻ ഇനി അധിക കാലഘട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതേക്കുറിച്ച് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്.